അവയവദാനത്തിലൂടെ 6 പേർക്ക് പുതുജീവനേകിയ വിഷ്ണുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. വാഹനാപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ച കൂത്തുപറമ്പ് തൃക്കണ്ണാപുരത്തെ MT വിഷ്ണുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേരാണ് വിഷ്ണുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമായി എത്തിയത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ശനിയാഴ്ച വൈകുന്നേരം 3:30 വിഷ്ണുവിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. തുടർന്ന് തൃക്കണ്ണാപുരം ഗ്രാമീണ വായനശാല പരിസരത്ത് പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സുഹൃത്തുക്കളും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേരാണ് വിഷ്ണുവിന്റെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. KP മോഹനൻ MLA, കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് മൃതദേഹം വൈകുന്നേരം 4 മണിയോടെ വലിയ വെളിച്ചം ശാന്തിവനം വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ വെച്ച് വിഷ്ണു സഞ്ചരിച്ച ബൈക്കും മറ്റൊരു സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് 21-കാരനായ വിഷ്ണുവിന് ഗുരുതരമായി പരിക്കേറ്റത്. ഉടൻ ബംഗളൂരുവിലെ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഇതിനകം തന്നെ മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. ഇതോടെയാണ് മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശസ്ത്രക്രിയയിലൂടെ ഹൃദയം, കണ്ണ്, കിഡ്നി, കരൾ എന്നീ അവയവങ്ങൾ ദാനം ചെയ്യുകയായിരുന്നു. തൃക്കണ്ണാപുരത്തെ നന്ദനത്തിൽ സുനിൽകുമാർ, ജിഷ ദമ്പതികളുടെ മകനാണ് വിഷ്ണു. കൃഷ്ണപ്രിയ സഹോദരിയാണ്.